നമസ്കാരം. മെയ് 18 രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എമിഗ്രേഷൻ വിഭാഗം ശരിക്കും ശ്രദ്ധയോടുകൂടി കാത്തു നിൽക്കുകയാണ്. അവർ ഒരാളെ കാത്തു നിൽക്കുകയാണ്. കുവൈറ്റ് എയർവേസിൽ വരുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ടാർഗറ്റ്. ആ വ്യക്തിയെ കാത്തു നിൽക്കാനായി അസിസ്റ്റന്റ് എമിഗ്രേഷൻ ഓഫീസർ രമേഷ് കുമാറിന് നിർദ്ദേശം കിട്ടിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടാനുള്ള കാരണം ഏകദേശം ഒരു 4 ആഴ്ച മുമ്പ് മുംബൈ എയർപോർട്ടിൽ വെച്ച് ഒരാളെ എമിഗ്രേഷൻ വിഭാഗം പിടിച്ചതുകൊണ്ടാണ്. ആ ആളെ പരിശോധിക്കുമ്പോൾ അയാളുടെ മൊബൈൽ ഫോണിലെ വാട്സപ്പ് ചാറ്റ് എമിഗ്രേഷൻ വിഭാഗം ശ്രദ്ധിച്ചിരുന്നു. ആ വാട്സപ്പ് ചാറ്റിനകത്ത് കുറേ ഫോട്ടോസും കുറേ ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സും അവർ ആ നിമിഷം നോട്ട് ചെയ്തതാണ്. ആ ഡോക്യുമെൻറ്റ്സിലും ആ ഫോട്ടോകളിലും എന്തോ ഒരു അസ്വാഭാവികത തോന്നിയപ്പോൾ ആ ഡോക്യുമെൻറ്റ്സും ഫോട്ടോയും ആ വ്യക്തിക്ക് അയച്ചത് ആരാണെന്ന് എമിഗ്രേഷൻ വിഭാഗം അയാളുടെ ചോദിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന കക്ഷിയെ നിരീക്ഷിക്കാനായി കൊച്ചിയിലെ എമിഗ്രേഷൻ വിഭാഗത്തോട് മുംബൈയിൽ നിന്ന് ആവശ്യപ്പെട്ടത്. അസിസ്റ്റന്റ് രമേഷ് കുമാറും ടീമും അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കുവൈറ്റ് എയർവേസിന്റെ ആ വിമാനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ആ സുമുഖനായ ചെറുപ്പക്കാരൻ എമിഗ്രേഷന്റെ ഭാഗത്തേക്ക് എത്തി. അയാളെ കണ്ടതും രമേഷ് കുമാർ അയാളോട് ചോദിച്ചു, നിങ്ങൾ സാബിത് നാസർ അല്ലേ? അതെ സാർ. എന്താ സാബിത്, ഒരു കാര്യം ചോദിക്കാറുണ്ടേ. അങ്ങനെ പറഞ്ഞിട്ട് സാബിത് നാസറെ രമേഷ് കുമാറും അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകളും ആ എമിഗ്രേഷൻ പരിശോധന നടക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി. ആ മുറിയിലേക്ക് സാബിത് നാസർ കയറി ഏകദേശം ഒരു 10-30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ ചെല്ലുകയാണ്. അസിസ്റ്റന്റ് എമിഗ്രേഷൻ ഓഫീസർ രമേഷ് കുമാർ നെടുമ്പാശ്ശേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുരുകനോട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരാനാണ് ആവശ്യപ്പെട്ടത്. എമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞ കാര്യം കേട്ടതും മുരുകനും ടീമും ഉടൻ തന്നെ എയർപോർട്ടിലെത്തി. അടുത്ത അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് സാബിത് നാസർ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നതാണ്. സാബിത് നാസറിന്റെ പാസ്പോർട്ടിൽ സാബിത് നാസർ എവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സാബിത്ത് വരുന്നത് ഇറാനിലെ ടെഹ്റാനിൽ നിന്നാണ്. ഏകദേശം ഒരു 4 ആഴ്ചയോളം സാബിത്ത് ടെഹ്റാനിൽ ഉണ്ടായിരുന്നു. എന്തിനാ സാബിത്ത് ടെഹ്റാനിൽ തങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ടെഹ്റാൻ കാണാൻ പോയി എന്നുള്ള മറുപടിയാണ് ആദ്യം സാബിത്തിന്റെ ഭാഗത്തുണ്ടായത്. സ്വാഭാവികമായിട്ട് പോലീസ് അവന്റെ പാസ്പോർട്ടിൽ പുറകിലോട്ടുള്ള പേജുകൾ അവനെ തുറന്നു കാണിച്ചു. സാബിത്ത് അനവധി തവണ ടെഹ്റാനിലേക്ക് അതിനു മുമ്പും പോയിട്ടുണ്ട്. ടെഹ്റാൻ കാണാൻ വേണ്ടി കൂടെ ടെഹ്റാനിലേക്ക് പോകുന്ന ഒരു ടൂറിസ്റ്റിനെ പോലീസ് ആദ്യമായിട്ടാണ് കാണുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ മട്ടും ഭാവവും മാറുന്നത് മനസ്സിലാക്കിയ സാബിത്ത് പോലീസിനോട് പറഞ്ഞു അവന് കുറച്ച് ബിസിനസ് ഉണ്ടെന്ന്. ടെഹ്റാനുമായി കണക്ട് ചെയ്ത് എന്ത് ബിസിനസ്സാണ് ഉള്ളതെന്ന ചോദ്യത്തിന് സാബിത്തിന് ഉത്തരവൊക്കെ ഉണ്ട്. അവൻ പല സാധനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു എന്നൊക്കെ സൂചിപ്പിച്ചെങ്കിലും പതുക്കെ പോലീസ് ചോദ്യം ചെയ്യുന്ന ശൈലി ഒന്ന് മാറി തുടങ്ങിയപ്പോൾ സാബിത്തും ഒന്ന് വിരണ്ടു തുടങ്ങി. എന്നിട്ടും സാബിത്ത് ഒരു അക്ഷരം പോലും മറുപടി പറയാതെ പിടിച്ചു നിന്നെങ്കിലും വൈകുന്നേരം 5 മണിയോടുകൂടി സാബിത് നാസറെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആലുവയിലുള്ള റൂറൽ എസ് പിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അവിടെ റൂറൽ എസ് പി വൈഫ് ഓഫ് സക്സേന ഉണ്ട്. വൈഫ് ഓഫ് സക്സേന അദ്ദേഹത്തിന് കീഴിൽ വരുന്ന സ്റ്റേഷനുകളിലെ കേസുകൾ എല്ലാ ദിവസവും പരിശോധനയ്ക്ക് വിധേയമാക്കും. പ്രധാനപ്പെട്ട കേസുകൾ വല്ല ഉണ്ടെങ്കിൽ അദ്ദേഹം അതിൽ നേരിട്ട് ഇടപെടാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാബിത് നാസറെ റൂറൽ എസ് പിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നത്. വൈഫ് ഓഫ് സക്സേനയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തുടങ്ങിയോടുകൂടി പതുക്കെ സാബിത് നാസർ പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി. ഒരു ഓർഗൻ ട്രേഡ് നടത്തുന്ന സംഘടനയുടെ ഭാഗമാണെന്ന് സാബിത്ത് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ വൈഫ് ഓഫ് സക്സേനയോട് സമ്മതിച്ചു. അവയവം കടത്തി വിൽക്കുന്ന ഒരു സംഘമുണ്ടെന്നും ആ സംഘത്തിലെ ഒരു കണ്ണിയാണ് താനെന്നും സാബിത്ത് സമ്മതിക്കുകയാണ്. ആ അവയവ മാഫിയവുമായി അവൻ എങ്ങനെ ബന്ധപ്പെട്ടു എന്നുള്ള വൈഫ് ഓഫ് സക്സേനയുടെ ചോദ്യത്തിന് അവന്റെ കഥ പറഞ്ഞു തുടങ്ങി. അവന്റെ സ്ഥലം തൃശ്ശൂരിലെ വളപ്പാടാണ്. അവൻ ശരിക്കും സാമ്പത്തിക ക്രൈസിസിൽ അകപ്പെട്ടിരിക്കുമ്പോഴാണ് അവനെ ഒരു ഏജന്റ് സമീപിക്കുന്നത്. അവന്റെ കിഡ്നി വിൽക്കാൻ അവൻ തയ്യാറാണെങ്കിൽ അവന് നല്ലൊരു പ്രതിഫലം കൊടുക്കാമെന്ന് ഒരു ഏജന്റ് പറഞ്ഞപ്പോൾ കടക്കണിയിൽ പെട്ടു നിൽക്കുകയായിരുന്ന സാബിത് നാസർ അയാളുടെ വാക്ക് വിശ്വസിച്ച് അയാൾക്കൊപ്പം
അവിടെ നിന്ന് കൊളംബോയിലേക്ക് തിരിച്ചു. കൊളംബോയിൽ ഹോസ്പിറ്റലിൽ അവന്റെ ചെക്കിംഗ് കഴിഞ്ഞപ്പോഴാണ് തികച്ചും സങ്കടകരമായ ഒരു വാർത്ത സാബിത്ത് അറിയുന്നത്. സാബിത്തിന്റെ കിഡ്നി സ്വീകരിക്കാൻ നേരത്തെ റെഡിയായിരുന്ന ആളുടെ ബോഡിക്ക് ആ കിഡ്നി മാച്ച് ആവുന്നില്ല. റിസീവറുടെ ബോഡി നമ്മുടെ കിഡ്നി സ്വീകരിക്കാൻ റെഡി ആണെങ്കിൽ മാത്രമേ നമ്മുടെ കിഡ്നി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ആളുകൾക്ക് പണം കൊടുക്കാനുള്ള സാബിത്ത് ആ പണം കൊടുത്തു തീർക്കാൻ വേണ്ടിയാണ് കിഡ്നി വിറ്റ് പൈസ ഉണ്ടാക്കാനായി കൊളംബോയിലേക്ക് വന്നത്. അവിടെ എത്തിയപ്പോൾ കിഡ്നി വിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. വീട്ടിലേക്ക് മടങ്ങിപ്പോയാലും ഒരു കാര്യമില്ല എന്ന് സാബിത്തിന് അറിയാം. സാബിത്ത് അവനെ കൊണ്ടുവന്ന ഏജന്റിനോട് അവൻ എന്തെങ്കിലും പണി ഒപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏജന്റ് അവനോട് ഒരു മിഡിൽമെൻ ആകാമെന്ന് ചോദിക്കുന്നത് അങ്ങനെയാണ്. മിഡിൽമെന്നോ? അതെടാ, ഞാൻ ഈ ചെയ്യും പോലെ ഏജന്റ് പണി ചെയ്യാൻ നിനക്ക് പറ്റുമോ? ചേട്ടാ എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല, കിഡ്നി ആവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ട്, കിഡ്നി ഉള്ളവരും ഒരുപാടുണ്ട്. നമുക്ക് അവരെ തമ്മിൽ ഒന്ന് ബന്ധിപ്പിച്ചാൽ കുറച്ച് കാശ് കിട്ടും. ചേട്ടാ, കുറച്ച് കാശ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? അതൊക്കെ ആവശ്യത്തിന് കിട്ടും. നിനക്ക് വേണമെങ്കിൽ ഞാൻ ആ ടീമുമായി നിന്നെ ബന്ധിപ്പിച്ചു തരാം. ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ സാബിത്ത് നാസർ ആ പണി ഏറ്റെടുക്കാൻ തയ്യാറായി. സാബിത്ത് നാസറിന് അങ്ങനെയാണ് ആ ഏജന്റ് മധു എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത്. മധുവിനെ സാബിത്ത് പരിചയപ്പെടുന്നത് ഇറാനിൽ വെച്ചാണ്. ഇറാനിലെ ടെഹ്റാനിലേക്ക് ആ ഏജന്റ് സാബിത്ത് നാസറെ കൂടെ കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ചാണ് അവൻ മധുവിനെ പരിചയപ്പെടുന്നത്. മധു എറണാകുളത്ത് പാലാരി വട്ടത്തുള്ള കക്ഷിയാണ്. പക്ഷെ അവൻ കുറേ വർഷങ്ങളായി ഇറാനിൽ സെറ്റിൽഡാണ്. മധു അയാൾ നടത്തുന്ന ബിസിനസ്സിൽ എങ്ങനെയാണ് സാബിത്ത് നാസറിന് പങ്കാളിയാകാൻ കഴിയുന്നതെന്ന് വ്യക്തമായി സാബിത്തിനെ പഠിപ്പിച്ചു. സാബിത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നും എങ്ങനെയാണ് ഡോണറെ കണ്ടുപിടിക്കേണ്ടതെന്നും ആ ഡോണർ അവർക്ക് അനുയോജ്യനായ വ്യക്തിയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മധു സാബിത്തിനെ പഠിപ്പിച്ചു. അങ്ങനെ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അതിന് അനുബന്ധമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും സാബിത്ത് മധുവിൽ നിന്നാണ് അറിഞ്ഞു തുടങ്ങുന്നത്. മധു എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ സാബിത്ത് നാസർ പറഞ്ഞെങ്കിലും സാബിത്ത് നാസറിൽ നിന്ന് വേറെ ആളുകളിലേക്ക് പോകാൻ പോലീസിന് എത്ര ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. പോലീസിന്റെ ആ ചോദ്യം ചെയ്യൽ കർക്കശമായി മാറിയപ്പോൾ ഏകദേശം നേരം വെളുക്കാറായപ്പോൾ സാബിത്ത് നാസർ ഒരു പേര് കൂടി പറഞ്ഞു, ഒരു പ്രതാപന്റെ പേര്. ആ പേര് പറയാൻ സാബിത്ത് നാസർ തയ്യാറായതിന്റെ കാരണം സാബിത്തിന്റെ ഓൺലൈൻ ബാങ്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് അവന്റെ മുന്നിൽ പോലീസ് പ്രദർശിപ്പിച്ചതുകൊണ്ടാണ്. ആ ബാങ്ക് ട്രാൻസാക്ഷൻ റെക്കോർഡിനകത്ത് സാബിത്ത് നാസറുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു വലിയ തുക റെഗുലറായി ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് പോകുന്നത് പോലീസ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരുടെ അക്കൗണ്ടിലേക്കാണ് പണം അയക്കുന്നതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് സാബിത്ത് നൽകിയ ഉത്തരമാണ് പ്രതാപൻ. ആരാണ് ഈ പ്രതാപൻ എന്ന ചോദ്യത്തിന് സാബിത്തിന് ഉത്തരവില്ല. മധു പറഞ്ഞ വ്യക്തിയാണ് പ്രതാപൻ, അത്രയേ സാബിത്തിന് അറിയാവൂ. സാബിത്ത് പ്രതാപനെ കണ്ടിട്ടേയില്ല, സംസാരിച്ചിട്ടുമില്ല. ആ അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ആരുടെ പേരിലാണ് അക്കൗണ്ട് എന്ന ചോദ്യത്തിന് ഒരു പ്രതാപൻ്റെതാണെന്ന് മധു പറഞ്ഞ മാത്രമാണ് ഇപ്പോൾ സാബിത്തിന് അറിയാവുന്നത്. പോലീസ് പിറ്റേ ദിവസം ആ കേസ് ഒന്നുകൂടി ഒന്ന് എഴുതി തയ്യാറാക്കിയിട്ട് 20-ാം തീയതി അങ്കമാലിയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. IPC 370-യും 94-ലെയും 2019-ലെയും ഓർഗൻ ട്രേഡുമായിട്ടുള്ള നിയമവും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ശരിക്കും അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ FIR ആയി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ FIR-ന് അകത്ത് നിന്ന് പോലീസ് ബോധപൂർവം ഒരു പേര് ഒഴിവാക്കിയിട്ടുണ്ട്. അത് പ്രതാപന്റെ പേരാണ്. പ്രതാപൻ എന്ന ആളെക്കുറിച്ച് സാബിത്ത് നാസർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെയും അതിനകത്ത് സൂചിപ്പിച്ചിട്ടേ ഇല്ല. സാധാരണഗതിയിൽ ഒരു കോടതിയിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റും. അങ്ങനെ അവർ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വാർത്തകൾ വരുമ്പോൾ അതിൽ പ്രതാപൻ എന്ന പേര് വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് പോലീസ് ബോധപൂർവം പ്രതാപനെ ആ FIR-ന്ന് ഒഴിവാക്കിയത്. പ്രതാപനെ അവർക്ക് കിട്ടണമെങ്കിൽ പ്രതാപൻ ഈ അന്വേഷണം നടക്കുന്ന കാര്യം അറിയരുത്. പക്ഷെ പോലീസിന്റെ FIR-ൽ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ആ കേസെന്ന് പോലീസ് വ്യക്തമായും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ ഇറാനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഗ്യാങ്ങിന്റെ ഭാഗമാണ് ഈ സാബിത്ത് നാസർ. ഇറാനിലേക്ക് കൊണ്ടുപോകാനുള്ള യാത്രാക്കൂലി സാബിത്ത് നാസർ വഹിക്കുന്നത്. ആ വ്യക്തിയെ, അതായത് ഡോണറെ ഇറാനിൽ എത്തിച്ചു കഴിയുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും.
ഹോസ്പിറ്റൽ ഓപ്പറേഷൻ ചെലവ്, അത് കഴിഞ്ഞിട്ട് 3 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കഴിയുന്ന ചെലവ്, അതിനുശേഷം 20 ദിവസത്തോളം ടെഹ്റാനിലെ ഒരു വസതിയിൽ താമസിക്കും. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങും. ഈ എൻറ്റയർ പ്രോസസ് സമയത്തും ഡോണർ ആയിരിക്കുന്ന വ്യക്തിക്കൊപ്പം സാബിത് നാസർ ഉണ്ടാകും. അതിനുവേണ്ടിയാണ് സാബിത് നാസർ നെടുമ്പാശ്ശേരിയിൽ നിന്ന് നിരന്തരം ടെഹ്റാനിലേക്ക് യാത്ര ചെയ്തിരുന്നത്. ആ കാര്യങ്ങളാണ് പോലീസ് FIRൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അനവധി തവണ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ടെഹ്റാനിലേക്ക് സാബിത് നാസർ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും തവണ മിനിമം ഒരു ഡോണറെങ്കിലും സാബിത് നാസർ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടാകുമെന്നാണ്. അങ്ങനെ ഒരു ധാരണ വൈഭവ് സക്സേനയ്ക്കും കൂടെയുള്ള ആളുകൾക്കും ഉണ്ട്. ഈ സമയത്താണ് എറണാകുളം റൂറൽ SP പുട്ട വിമലാദിത്യ ഒരു 10 ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വൈഭവ് സക്സേനയോട് ആവശ്യപ്പെടുന്നത്. വൈഭവ് സക്സേന DYSP പ്രസാദിന്റെ നേതൃത്വത്തിൽ ഒരു 10 ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. DYSP പ്രസാദിന്റെ നേതൃത്വത്തിൽ ടീം രൂപീകരിക്കപ്പെട്ടതോടുകൂടി സാബിത് നാസറിനെ ഒന്നുകൂടി വിശദമായി അവർ ചോദിച്ചു തുടങ്ങി. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് അവർ ആ കാര്യം തിരിച്ചറിയുന്നത്. കഴിഞ്ഞ 4.5 കൊല്ലം കൊണ്ട് സാബിത് നാസർ 20 ആളുകളെ ടെഹ്റാനിൽ കൊണ്ടുപോയി അവരുടെ കിഡ്നി മറിച്ചു വിറ്റിട്ടുണ്ട്. അങ്ങനെ മറിച്ചു വിൽക്കപ്പെട്ട ആ 20 പേരിൽ ആരെങ്കിലും മലയാളികളായി ഉണ്ടോ എന്നുള്ള DYSP പ്രസാദിന്റെ ചോദ്യത്തിന് ഉണ്ട് എന്ന ഉത്തരമാണ് സാബിത് നാസർ പറഞ്ഞത്. എത്ര മലയാളികളുടെ കിഡ്നി മറിച്ചു വിറ്റു എന്ന് ചോദിച്ചപ്പോൾ ഒരാളുടെ എന്നാണ് സാബിത്ത് പറഞ്ഞത്. അത് ആരുടെ എന്ന ചോദ്യത്തിന് അവന് വ്യക്തമായ ഉത്തരമുണ്ട്. അവന് അറിയാവുന്നുള്ളൊരു പേരാണത്. ഷമീർ എന്നാണ് ആ കക്ഷിയുടെ പേര്. അയാൾ പാലക്കാട് ജില്ലയിലെ തിരുനെല്ലായി വില്ലേജിലെ താമസക്കാരനാണെന്നുള്ള കാര്യവും സാബിത്തിന് അറിയാം. സാബിത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് ടീം നേരെ തിരുനെല്ലിക്ക് തിരിച്ചു. തിരുനെല്ലി ഗ്രാമത്തിലെത്തിയ ആ ടീം അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഷമീറിന്റെ വീട് കണ്ടുപിടിച്ചു. അവിടെ എത്തിയ പോലീസിന് പക്ഷെ ഷമീറിനെ കാണാൻ പറ്റിയില്ല. ഷമീർ ഏകദേശം ഒരു 1.5 കൊല്ലങ്ങൾക്ക് മുമ്പേ ആ വീട് ഉപേക്ഷിച്ച് പോയി എന്നാണ് വീട്ടുകാർ പറഞ്ഞത്. അവർക്കും ഈ കിഡ്നിയുടെ കഥ അറിയാം. ഷമീർ ശരിക്കൊരു ഓൺലൈൻ ഗെയിം അഡിക്റ്റ് ആയിരുന്നു. നമ്മൾ ചെറുപ്പക്കാര് മൊബൈലിലൊക്കെ ഓൺലൈൻ ഗെയിം കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഗെയിം കളിച്ചു വരുമ്പോൾ ആ ഗെയിമിന്റെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാനായി പലപ്പോഴും ആ ഗെയിം പണം നമ്മളോട് ചോദിക്കും. $1, $2 എന്നൊക്കെ പറഞ്ഞാൽ ചോദിച്ചു തുടങ്ങിയ ആ ഗെയിമിന്റെ അകത്ത് അഡിക്റ്റ് ആയി പോയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ പണം കൊടുത്ത് ആ അഡീഷണൽ സാധനങ്ങൾ വാങ്ങിച്ച് ഗെയിം കളിക്കാൻ തുടങ്ങും. കളിയിൽ അഡിക്റ്റായി മുന്നോട്ട് പോകുന്നതോടുകൂടി നമ്മുടെ കയ്യിൽ നിന്ന് പണം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇവിടെ ഷമീറിനും സംഭവിച്ചത് അതാണ്. അവൻ വൻതോതിൽ ആളുകളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിച്ച് ഗെയിം കളിച്ച് ആ പണമെല്ലാം നഷ്ടപ്പെടുത്തി. അവന് പണം കൊടുത്ത ആളുകൾ പണം ചോദിച്ചു തുടങ്ങിയതോടു കൂടിയാണ് അവർക്ക് പണം മടക്കി കൊടുക്കാനുള്ള മാർഗം എന്ന നിലയിൽ അവൻ കിഡ്നി വിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. കിഡ്നി വിൽക്കുന്നതിനെ കുറിച്ച് അവന്റെ വീട്ടിൽ സംസാരിച്ചപ്പോൾ അവന്റെ അച്ഛനും അമ്മയും അപ്പൊ തന്നെ എതിർത്തിരുന്നു. ഒരു കാരണവശാൽ അത് ചെയ്യാൻ പാടില്ല എന്ന് അവന്റെ അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ അവരുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അവൻ ഒരു ഏജന്റിനൊപ്പം അവിടെ നിന്ന് പോയതാണ്. പിന്നെ അവരാരും അവനെ കണ്ടിട്ടേ ഇല്ല. വീട്ടുകാർക്ക് അത്ര വിവരങ്ങൾ അറിയാവൂ, പക്ഷേ നാട്ടുകാർക്ക് കുറച്ചുകൂടി വിവരങ്ങൾ അറിയാം. കിഡ്നി വിറ്റ ഷമീർ തമിഴ്നാട്ടിൽ എവിടെയോ താമസിക്കുകയാണെന്നുള്ള കാര്യം നാട്ടുകാർ വഴിയാണ് പോലീസ് അറിയുന്നത്. പോലീസിന്റെ ടീം സ്വാഭാവികമായും ഷമീറിനെ തിരക്കി തമിഴ്നാട്ടിലേക്ക് തിരിച്ചു. ഈ സമയത്ത് ആലുവയിൽ സാബിത് നാസറെ ചോദ്യം ചെയ്യുന്ന പോലീസ് അവനോട് ചോദിച്ചു, അല്ല ഈ ഷമീറിന് നിങ്ങൾ എത്ര രൂപ കൊടുത്തു? സർ 6 ലക്ഷം രൂപ കൊടുത്തു. ഷമീറിന് 6 ലക്ഷം രൂപ കൊടുത്തു എന്ന് സാബിത് നാസർ പറയുമ്പോൾ സാബിത്തിന്റെ റെക്കോർഡുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടുന്ന പോലീസിന്റെ ശ്രദ്ധയിൽ മറ്റൊരു പേര് പെട്ടു. ആ പേര് പെടാനുള്ള കാരണം സാബിത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ആ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട്. ആ അക്കൗണ്ടിൽ നിന്ന് തിരിച്ച് സാബിത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പണം പോകുന്ന ഒരു ചാനൽ. ആ ചാനലിലൂടെ പലതവണ പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് അത് ആരുടെ അക്കൗണ്ടാണെന്ന് തിരക്കിയപ്പോൾ അതൊരു ശ്യാമിന്റെ അക്കൗണ്ടാണെന്ന് സാദിത്ത് മറുപടി പറഞ്ഞു. ആരാണ് ശ്യാം എന്നുള്ള ചോദ്യത്തിന് ആദ്യമൊന്നും ഉത്തരം പറയാൻ സാബിത്ത് തയ്യാറായില്ലെങ്കിലും അവസാനം അവൻ ശ്യാമിന്റെ ഡീറ്റെയിൽസ് പോലീസിന് കൊടുത്തു. ആലുവ റൂറൽ SP ഓഫീസിന് സമീപത്തുള്ള ഇടത്തല എന്ന സ്ഥലത്തുള്ള ഒരു സജിത്ത് ശ്യാമാണ് കക്ഷി. പോലീസ് അവനെ പൊക്കുന്നത് മെയ് 24-നാണ്. സജിത്ത് ശ്യാമിനെയും റൂറൽ SP ഓഫീസിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 ആളുകളാണ് അറസ്റ്റിലായിരിക്കുന്നത്. സജിത്ത് ശ്യാമിനെ വിശദമായി ചോദ്യം ചെയ്തു തുടങ്ങിയ പോലീസ് അവന്റെ ബാങ്ക് രേഖകളും പരിശോധിച്ചു തുടങ്ങി. സജിത്ത്
സബിത്തിനെ പോലെ മസിൽ പിടിക്കാനൊന്നും നിന്നില്ല. അവന് ചോദ്യം ചെയ്തു തുടങ്ങിയോടുകൂടി അവൻ കഥ പറഞ്ഞു തുടങ്ങി. അവൻ യഥാർത്ഥത്തിൽ മധുവിന്റെ ഒരു ബിനാമി പോലെ വർക്ക് ചെയ്യുന്ന ആളാണ്. മധുവിന് വേണ്ടി പണം സ്വരൂപിക്കുന്നതും ആ പണം സൂക്ഷിക്കുന്നതും അവൻ തന്നെയാണ്. അതിനുവേണ്ടി മധുവും ശ്യാമും ചേർന്ന് വളരെ രസകരമായ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മെഡിക്കൽ ടൂറിസം ബേസ് ചെയ്തുകൊണ്ട് അവർ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മെഡിക്കൽ ടൂറിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്ഥലം കാണാൻ വരുന്ന ആളുകൾക്ക് സ്ഥലം കാണുന്നതിനോടൊപ്പം ആരോഗ്യ സംബന്ധമായ ചികിത്സകൾ ചെയ്യാനുള്ള പദ്ധതി കൂടി ചേർത്തിട്ടാണ് മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. കേരളത്തിനകത്തേക്ക് ആളുകൾക്ക് വരാൻ കഴിയുന്നത് പോലെ കേരളത്തിന് പുറത്തുള്ള സ്ഥലത്തേക്കും ആളുകൾക്ക് പോകാമല്ലോ. ടെഹ്റാൻ പോലുള്ള സ്ഥലം ശരിക്കും ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളുള്ള സ്ഥലമാണ്. അവിടേക്ക് ടൂറിസ്റ്റുകളെ മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായി കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് ശ്യാമും അതുപോലെ മധുവും ചേർന്ന് വിഭാവനം ചെയ്തിരിക്കുന്നത്. പോലീസ് ആ കമ്പനി അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അതിനകത്ത് 13 കോടി രൂപ അപ്പോഴും ക്യാഷ് ബാലൻസ് ഉണ്ട്. അതേസമയത്ത് ശ്യാമിന്റെ പേഴ്സണൽ അക്കൗണ്ട് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. ഈ സമയത്താണ് സാബിത് നാസറുടെ ബാങ്ക് ബാലൻസ് പോലീസ് പരിശോധിക്കുന്നത്. സാബിത് നാസറിന്റെ ബാങ്ക് ബാലൻസ് ആ സമയത്ത് 1,97,00,000 രൂപയാണ്. ഗതിയും പരഗതിയും ഇല്ലാതെ സ്വന്തം കിഡ്നി വിൽക്കാൻ ഇറങ്ങിത്തിരിച്ച സാബിത് നാസർ 4.5 കൊല്ലം കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന ആ സ്ഥലം ശരിക്കും മറ്റുള്ള ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. 4.5 കൊല്ലം കൊണ്ട് 1.97 കോടി രൂപ ക്യാഷ് ബാലൻസ് ഉണ്ടാക്കാൻ ഈ ബിസിനസ് സാബിത്തിനെ സഹായിച്ചിരിക്കുകയാണ്. അത്രയും പണം അവരുടെയൊക്കെ അക്കൗണ്ടിൽ കണ്ടതും പോലീസ് ആ പണത്തിന്റെ വിശദമായ ഒരു വിവരണം സാബിത്തിനോടും ശ്യാമിനോടും ചോദിച്ചു മനസ്സിലാക്കി. അവര് രണ്ടുപേരും നൽകിയ വിവരണം അനുസരിച്ച് ഒരു റെസിപ്പിറ്റിന്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങുക 40 ലക്ഷം രൂപ മുതൽ 80 ലക്ഷം രൂപ വരെയാണ്. അതെന്താ അത്ര ഒരു ഡിഫറൻസ് എന്ന് പോലീസ് തിരക്കിയപ്പോൾ ശ്യാം പറഞ്ഞത് രസകരമായ ഒരു മറുപടിയാണ്. സർ, ചിലർക്ക് വളരെ അത്യാവശ്യമായിരിക്കും, അവരിൽ നിന്ന് കൂടുതൽ പണം വാങ്ങിക്കും. അവരുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവരെങ്ങനെയും ആ പണം തരും. പണമുള്ള ആളുകൾക്ക് കിഡ്നി ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കിഡ്നി എത്തിച്ചു കൊടുക്കലാണല്ലോ അവരുടെ ജോലി. അതുകൊണ്ട് തന്നെ 40 ലക്ഷം മുതൽ 80 ലക്ഷം രൂപ വരെ മുടക്കാൻ പറ്റുന്ന ആളുകളുടെ കയ്യിൽ നിന്നാണ് ഇവര് പണം വാങ്ങിക്കുക. അത്തരം ആളുകൾക്കാണ് ഇവർ കിഡ്നി ഒപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ കിഡ്നി നൽകുന്നയാൾക്ക് എത്ര കൊടുക്കും? സർ, അത് 6 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലായിരിക്കും. ബാക്കി പണം മുഴുവൻ നിങ്ങൾ എടുക്കൂ. അല്ല സർ, ഇവരെ കൊണ്ടുപോകാൻ ഒരുപാട് ചെലവുണ്ട്. ഇവരെ കൊണ്ടുപോകുന്ന ചെലവ്, ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ ചെലവ്, ഓപ്പറേഷന് ശേഷം 3 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ തങ്ങണം, അതിൻ്റെ എക്സ്പെൻസ്, അതിനുശേഷം 20 ദിവസം ഇവർക്ക് വേണ്ടി എടുക്കപ്പെട്ടിരിക്കുന്ന വസതിയിൽ അവരുടെ മുഴുവൻ ചെലവ് വഹിച്ച് അവരെ താമസിപ്പിക്കണം. അതിനുശേഷമാണ് അവർ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത്. ഇത്രയും എക്സ്പെൻസ് ഞങ്ങൾക്ക് ആകും. അത് എത്രയാകും? സർ, ഒരു 20 ലക്ഷം രൂപയാകും. പോലീസ് ഒന്ന് കണക്കൂട്ടി ഓക്കെയാണ്. 6 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ആളുടെ എക്സ്പെൻസ് എല്ലാം കൂടി വഹിക്കുമ്പോൾ ഏകദേശം 20 ലക്ഷം രൂപയായി. അപ്പോൾ നെറ്റ് മിനിമം പ്രോഫിറ്റ് 10 ലക്ഷം രൂപയുണ്ട്. ചിലപ്പോൾ അത് 50 ലക്ഷം രൂപ വരെ ആകാം. ഒരു നല്ല മാർജിനാണ് ആ അവയവ മാഫിയയ്ക്ക് ലഭിക്കുന്നതെന്ന് അപ്പോൾ തന്നെ പോലീസ് മനസ്സിലായി. ശ്യാമിനെ അതുപോലെ നാസറയും ചോദ്യം ചെയ്യുന്നതിനിടയിൽ തന്നെ പോലീസ് പ്രതാപനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതാപൻ എന്ന വ്യക്തിക്ക് പണം അയക്കുന്നത് ശ്യാമിനും അറിയാവുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ മധു 2 അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നുണ്ട്. ഒരു അക്കൗണ്ടിലൂടെ ശ്യാമിന് പണം അയക്കും, മറു അക്കൗണ്ടിലൂടെ നാസറിന് പണം അയക്കും. തിരിച്ച് പണം സ്വീകരിക്കുന്നതും അതുപോലെ തന്നെയാണ്. ഈ പണമിടപാട് 2 ഭാഗത്തേക്കുമുണ്ട്. എങ്ങനെയാണ് 2 ഭാഗത്തേക്ക് പണം ഇടപാട് ഉണ്ടാകുന്നെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ശ്യാമിന് വ്യക്തമായ ഉത്തരമുണ്ട്. സാർ, വൃക്ക സ്വീകരിക്കുന്ന ആള് എവിടെയാണോ അവിടെ നിന്നാ പണം കിട്ടുക. കേരളത്തിനകത്ത് വെച്ചാണ് വൃക്ക സ്വീകരിക്കുന്ന ആളെ കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് പണം ഇവിടെ ഉണ്ടാകും. ആ പണം നാസർ വഴിയോ അല്ലെങ്കിൽ ശ്യാം വഴിയോ അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഒഴുകും. മറ്റ് ഏതെങ്കിലും സ്ഥലത്താണ് വൃക്ക സ്വീകരിക്കുന്ന ആൾ ഉള്ളതെങ്കിൽ അവിടെ നിന്ന് പണം തിരിച്ചൊഴുകും. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ചാനലായി അവരുടെ അക്കൗണ്ട് മാറിയിരിക്കുന്നത്. ആ അക്കൗണ്ടിൽ അവർ കണ്ട ആ പ്രതാപനുമായി കണക്ട് ചെയ്യപ്പെട്ട ടെലിഫോൺ നമ്പറുകൾ പോലീസ് ചികഞ്ഞ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ആളുകൾ അതിമിടുക്കന്മാരാണ്. അവർ
അതുമായി ബന്ധപ്പെട്ട സകല കോൾ റെക്കോർഡ്സും എടുത്ത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒരു ടെലിഫോൺ നമ്പർ വല്ലാത്ത കൗതുകമുള്ള ഒന്നായി അവർക്ക് തോന്നി. ആ ടെലിഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. ആ ടെലിഫോൺ നമ്പർ പ്രതാപൻ എന്ന വ്യക്തിയുമായി കണക്റ്റഡ് ആണെന്ന് ഒരു ധാരണ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെലിഫോൺ രേഖകൾ പരിശോധിക്കുന്ന ശ്രീലാൽ എന്ന ഉദ്യോഗസ്ഥൻ ആ നമ്പറിന് ചുറ്റുമായി ഒരു റൗണ്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം 24 മണിക്കൂറും ആ ടെലിഫോൺ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആ ഫോൺ ഓണായി. ഫോൺ ഓണാകാൻ വേണ്ടി കാത്തിരുന്ന ശ്രീലാലിന് അടുത്ത നിമിഷം തന്നെ അത് മനസ്സിലായി. ആ ഫോൺ ഓണായിരിക്കുന്നത് ഹൈദരാബാദ് പരിധിയിലാണ്. അന്വേഷണ ടീമിന്റെ തലവൻ DOSP പ്രസാദ് ആ വിവരം വൈഭവ് സക്സേനയെ അറിയിച്ചു. വൈഭവ് സക്സേനയുമായി കണക്ട് ചെയ്ത ആളുകൾ ഹൈദരാബാദ് പോലീസുമായി ബന്ധപ്പെട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻസ് നടന്നു. ഹൈദരാബാദിൽ ഏത് ഭാഗത്താണ് ആ നമ്പർ ആക്ടിവേറ്റ് ആയതെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ആ ആക്ടിവേറ്റ് ആയ നമ്പറുള്ള ഹോട്ടൽ കണ്ടെത്തിയ പോലീസ് ആ ഹോട്ടൽ വളഞ്ഞു. ആ ഹോട്ടലിൽ താമസിക്കുന്ന ആ നമ്പറിന്റെ ഉടമയുടെ മുറിയിലെത്തി. അവിടെ നിന്ന് അവർ അറസ്റ്റ് ചെയ്തത് പോലീസ് പറഞ്ഞ പ്രതാപൻ എന്ന വ്യക്തിയാണ്. പക്ഷേ അറസ്റ്റ് ചെയ്ത പോലീസ് തിരിച്ച് കേരളത്തിൽ അറിയിച്ചത് അവരെ അറസ്റ്റ് ചെയ്ത് പ്രതാപനെ അല്ല, ഒരു ബെല്ലം രാമപ്രസാദ് ഗോണ്ടയാണെന്നാണ്. രാമപ്രസാദ് ഗോണ്ടെങ്കിൽ രാമപ്രസാദ് ഗോണ്ട, എന്തായാലും ആ ടെലിഫോൺ നമ്പർ അയാളുടെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഹൈദരാബാദ് പോലീസിന്റെ കയ്യിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ സംഭവം വഴി ഈ രാമപ്രസാദ് ഗോണ്ടയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കേരളത്തിൽ ആലുവയിലെ നമ്മുടെ റൂറൽ SP ഓഫീസിൽ രാമപ്രസാദിനെ ചോദ്യം ചെയ്തു തുടങ്ങി. അയാൾ ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നതിൽ ഒരു മടിയും കാണിച്ചില്ല. അയാൾ അത് സമ്മതിച്ചു. അയാൾ തന്നെയാണ് പ്രതാപൻ. പ്രതാപൻ എങ്ങനെ ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് അയാൾക്ക് പറയാൻ ഒരു കഥയുണ്ട്. അയാളും ഇതുപോലെ ഒരു കിഡ്നി വിൽക്കാൻ തയ്യാറായി രംഗത്ത് വന്ന കക്ഷിയാണ്. അത് സംഭവിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. കടപ്പയിൽ ഒരു കിഡ്നി ഏജന്റ് ഉണ്ടായിരുന്നു. അയാൾ വഴിയാണ് പ്രതാപൻ കിഡ്നി വിൽക്കാനായി ദില്ലിയിലെത്തുന്നത്. ദില്ലിയിലൊരു കിഡ്നി റാക്കറ്റ് ഉണ്ടായിരുന്നു. ആ റാക്കറ്റിന്റെ അടുത്ത് കിഡ്നി വിൽക്കാൻ എത്തിയ പ്രതാപൻ അവിടെ ഹോസ്പിറ്റലിലെ പരിശോധന കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. അയാൾക്ക് ഡയബറ്റീസ് ഉണ്ട്. ഡയബറ്റീസ് ഉള്ള അയാളുടെ കിഡ്നി ഹോസ്പിറ്റലുകാർ എടുക്കില്ല എന്ന് തീർത്തു പറഞ്ഞതോടുകൂടി നിരാശനായ പ്രതാപൻ ആ ഏജന്റിനെ തിരക്കി വീണ്ടും കടപ്പയിലെത്തി. തനിക്ക് ജീവിക്കാൻ പണം വേണം, അതിന് കിഡ്നി വിൽക്കാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. ഇപ്പൊ കിഡ്നി ആർക്കും വേണ്ട, എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ആ ഏജന്റിനോട് പ്രതാപൻ പറഞ്ഞപ്പോൾ ആ ഏജന്റ് പ്രതാപനെ അവരുടെ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യായിരുന്നു. കടപ്പ മേഖലയിൽ പണം ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളുടെ കയ്യിൽ ഈ 2 കിഡ്നിയും ഉണ്ട്. അതിൽ ഒരെണ്ണം എടുത്തു കൊടുത്താൽ കാശ് കിട്ടും. പ്രതാപനും കാശ് കിട്ടും, ആ കിഡ്നിയുടെ ഉടമയ്ക്കും കാശ് കിട്ടും. ആർക്കും നഷ്ടമില്ലാത്ത ഒരു പരിപാടി. പ്രതാപന് കഥ ഇഷ്ടപ്പെട്ടു. പ്രതാപൻ പതുക്കെ ആ ട്രേഡിന്റെ ഭാഗമായി മാറി. അധികം നാൾ കഴിയുമ്പോൾ തന്നെ പ്രതാപൻ ആ കടപ്പയിലെ ആ ഏജന്റിനേക്കാൾ മിടുക്കനായി മാറുകയായിരുന്നു. പ്രതാപൻ ശരിക്കും ഈ ബിസിനസ്സിൽ ഒരു വല്ലാത്ത നേക്കുള്ള കക്ഷിയായി അതിവേഗം അങ്ങ് വളരുകയായിരുന്നു. പ്രതാപൻ യഥാർത്ഥത്തിൽ മധുവിൻ്റെ ഏജന്റാണ്. മധു അധികം നാൾ കഴിയുമ്പോൾ തന്നെ പ്രതാപന്റെ അസാധ്യമായ ആ ശേഷി അങ്ങ് മനസ്സിലാക്കി. മധുവിന് ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ആ ക്ലയൻസ് ചിലപ്പോൾ പഞ്ചാബിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ദില്ലിയിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ആന്ധ്രാപ്രദേശിൽ തന്നെ ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തു നിന്നാകാം. എവിടെയുള്ള ക്ലയൻറ്റും ആകട്ടെ, ആ ക്ലയൻറ്റ് ആവശ്യപ്പെടുന്ന കിഡ്നി അത് ഏത് രക്തഗ്രൂപ്പാണെങ്കിലും ഏത് ശൈലിയിലുള്ളതാണെങ്കിലും പ്രതാപൻ സംഘടിപ്പിച്ചു കൊടുക്കും. പ്രതാപൻ ആ കിഡ്നി സംഘടിപ്പിക്കുന്നത് ചിലപ്പോൾ തെലങ്കാനയിൽ നിന്നാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആന്ധ്രയിൽ നിന്നാകാം. അവിടെയും ഇല്ലെങ്കിൽ കേരളത്തിലേക്ക് തിരിയും, അതുമല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക്. എന്തായാലും കിഡ്നി ആവശ്യമുണ്ടോ പ്രതാപൻ അത് കൊടുത്തിരിക്കും. അതും അടിപൊളി കിഡ്നി. ആ കിഡ്നി സംഘടിപ്പിക്കാനായി പ്രതാപൻ്റെതായ ഒരു ശൃംഖലാ സംവിധാനം തന്നെയുണ്ട്. പ്രതാപൻ ഈ സോഷ്യൽ മാധ്യമങ്ങൾ അതിമനോഹരമായി ഉപയോഗിക്കുന്ന കക്ഷിയാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എന്ന് വേണ്ട സകല സോഷ്യൽ മാധ്യമങ്ങളിലും ഈ അസുഖമുള്ള ആളുകളുടെ കൂട്ടായ്മകൾ ഉണ്ടാകും. ആ കൂട്ടായ്മയിലേക്ക് പ്രതാപൻ ഉണ്ടാകും. പ്രതാപൻ ആ കൂട്ടായ്മ തിരഞ്ഞെടുക്കുന്നതിനെ ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ്. കിഡ്നിയുമായി അസുഖമുള്ള ആളുകൾ ഉള്ള കൂട്ടായ്മയാണ് പ്രതാപൻ തിരഞ്ഞെടുക്കുന്ന ഒരെണ്ണം. 2, പണം ആവശ്യമുള്ളവരുടെ മറ്റൊരു കൂട്ടായ്മ. രണ്ടും പ്രതാപന്റെ കയ്യിൽപ്പെടും. കിഡ്നി ആവശ്യമുള്ളവരെയും പ്രതാപൻ കണ്ടുപിടിക്കും, കിഡ്നി വിൽക്കാൻ തയ്യാറുള്ള ആളുകളെയും പ്രതാപൻ കണ്ടുപിടിക്കും. പ്രതാപൻ
ഈ രണ്ടാളുകളെ കൂട്ടിമുട്ടിക്കുന്ന ഒരു അടിപൊളി സംഭവമായി മാറുകയായിരുന്നു. ആവശ്യമില്ലാതെ ആളുകളുടെ ശരീരത്തിലിരിക്കുന്ന കിഡ്നി ആവശ്യമുള്ളവരുടെ ശരീരത്തിലേക്ക് പ്രതാപൻ അങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇഷ്ടംപോലെ കിഡ്നി കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പ്രതാപൻ പതുക്കെ ആവശ്യമുള്ള ശരീരത്തിലേക്ക് അങ്ങ് മാറ്റി. സ്വാഭാവികമായിട്ടും ആവശ്യമുള്ള ആളുകൾ ആ കിഡ്നി സ്വീകരിച്ചിട്ട് ഇഷ്ടംപോലെ പണം മധുവിന് കൊടുക്കുമ്പോൾ ആ പണം സ്വാഭാവികമായിട്ടും പ്രതാപനിലേക്ക് എത്തും. ഈ പണം തൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ അതിനൊരു ലോജിക്ക് ഉണ്ടാക്കണ്ടേ, അതിന് നിയമപരമായി ഒരു സംവിധാനം ഉണ്ടാക്കണ്ടേ? അതിനുവേണ്ടി അയാൾ തിരഞ്ഞെടുത്ത മേഖല റിയൽ എസ്റ്റേറ്റ് ആണ്. പോലീസ് ഹൈദരാബാദിൽ നിന്ന് അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞെട്ടിയതും അതുകൊണ്ടാണ്. കടപ്പ മേഖലയിലെ അറിയപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് താരമാണ് ഈ പറഞ്ഞ പ്രതാപൻ. അവിടെ പക്ഷെ അയാളുടെ പേര് പ്രതാപൻ എന്ന് അല്ല എന്ന് മാത്രം. കിഡ്നി റാക്കറ്റുമായി ബന്ധിപ്പിച്ച് മാത്രമാണ് പ്രതാപൻ എന്ന പേര് അയക്കുള്ളത്. അയാളുടെ അവിടുത്തെ പേര് സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ രാമപ്രസാദ് ഗോണ്ടെ എന്നാണ്. ആ പേര് മറച്ചു വെച്ചിട്ടാണ് അയാൾ കിഡ്നി റാക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. പോലീസ് പ്രതാപനെയും അറസ്റ്റ് ചെയ്തു, ശ്യാമിനെയും അറസ്റ്റ് ചെയ്തു, സാദിത്തിനെ അറസ്റ്റ് ചെയ്തു. ഇനി പോലീസിന് വേണ്ടത് സാക്ഷാൽ മധുവാണ്. മധു കഴിഞ്ഞ 10 കൊല്ലമായി ടെഹ്റാനിൽ താമസം ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ്. മലയാളിയായ എറണാകുളത്തുകാരനായ പാലരുവട്ടംകാരനായ മധു ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. മധുവിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും ചില കടമകൾ പോലീസ് കടക്കണം. ഇപ്പോൾ ഒരു ക്രൈം നടന്നിരിക്കുന്നത് ഇന്ത്യക്കുള്ളിലാണെങ്കിൽ ആ ക്രൈം നടത്തിയ വ്യക്തി ഇന്ത്യ വിട്ട് ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യവും ഇന്ത്യയും തമ്മിലൊരു കരാറുണ്ടെങ്കിൽ, കുറ്റവാളികളെ കൈമാറുന്ന കരാറുണ്ടെങ്കിൽ ആ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ആ കുറ്റവാളിയെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ക്രൈം നടന്നിരിക്കുന്നത് ഇന്ത്യയിലാണോ എന്ന ചോദ്യത്തിന് ഒരു സംശയം സ്വാഭാവികമായും പോലീസിനുമുണ്ട്. കിഡ്നി മാറ്റിവെക്കുന്നതാണല്ലോ ക്രൈം. ആ ക്രൈം പക്ഷെ നടന്നിരിക്കുന്നത് അങ്ങ് ഇറാനിലാണ്. ഇറാനിൽ നടന്ന ക്രൈമിന് ഇവിടെ എങ്ങനെ കേസെടുക്കാൻ പറ്റും എന്നൊരു ചോദ്യം വരാം. ഇന്ത്യക്കകത്ത് ഒരു ക്രൈം നടന്നതായി രേഖ ഉണ്ടെങ്കിൽ മാത്രമല്ലേ പോലീസിന് മധുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അതിനുവേണ്ടി പോലീസ് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസിന്റെ ടീം ബാംഗ്ലൂരിൽ നിന്ന് ഷമീറിനെ അറസ്റ്റ് ചെയ്യുന്നത്. പാലക്കാട് തിരുനായിയിലെ ആ വില്ലേജിൽ നിന്ന് അപ്രത്യക്ഷനായ ഷമീർ പൊങ്ങിയത് ബാംഗ്ലൂരാണ്. അവൻ ഈ കേസും അറസ്റ്റും ഒക്കെ അറിഞ്ഞിട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു. പോലീസ് അവനെ പൊക്കിയ പോലീസ് തെളിവുണ്ടാക്കാനായി ആദ്യം അവനെ കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്കാണ്. അവനെ ഒന്ന് സ്കാനിങ്ങിന് വിധേയമാക്കിയപ്പോൾ അവർക്ക് ആ കാര്യം ബോധ്യമായി. അവൻ്റെ ഒരു കിഡ്നി നഷ്ടമായിരിക്കുകയാണ്. കിഡ്നി അവന് നഷ്ടമായത് ടെഹ്റാനിൽ വെച്ചാണെന്നും ടെഹ്റാനിൽ വെച്ച് അവൻ്റെ കിഡ്നി എടുത്തു എന്നും ഒക്കെ ഷമീർ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. പോലീസിനോട് ഷമീർ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. അവന് 6 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാണ് അവൻ്റെ കിഡ്നി എടുത്തത്. പക്ഷെ അവൻ ആ പണം ഇതുവരെയും കിട്ടിയിട്ടില്ല. വളരെ തുച്ഛമായ കാശ് അവന് കിട്ടിയുള്ളൂ. ഉടൻ പോലീസിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം കിട്ടുകയാണ്. ചീറ്റിംഗ് 420, ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന ആ ചീറ്റിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. 6 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്ന ചീറ്റിംഗ് ആണല്ലോ. സ്വാഭാവികമായിട്ട് ആ ചീറ്റിംഗ് കേസിന്റെ എൻഡിൽ മധുവുണ്ട്. മധുവിനെതിരെ ഒരു കേസായി. പിന്നെ ഇവിടെ ഈ നടന്നിരിക്കുന്ന അവയവ ട്രാൻസ്ഫർ സംഭവങ്ങളൊക്കെയും നിലവിലുള്ള നിയമങ്ങളെ ഒരു തരത്തിൽ മറികടന്നിരിക്കുകയാണ്. പോലീസിന്റെ ഭാഷ്യമനുസരിച്ച് ആ കിഡ്നി കൊടുത്തിരിക്കുന്ന ആളുകൾ സകലരും കരുതിയിരിക്കുന്നത് കിഡ്നി ഇങ്ങനെ കൊടുക്കുന്നത് നിയമവിധേയമാണെന്നാണ്. നിയമവിധേയമല്ലാത്തൊരു കാര്യം നിയമവിധേയമാണെന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് ഇന്ത്യയിൽ ക്രിമിനൽ കേസാണ്. ആ ക്രിമിനൽ കേസിൽ അപ്പോൾ മധു പ്രതിയാണ്. അങ്ങനെ മധുവിനെതിരായിട്ട് കുറേയേറെ തെളിവുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പോലീസ് ഇപ്പോൾ ഇന്റർപോളിനെ സമീപിച്ചിരിക്കുകയാണ്. ഒരു ബ്ലൂ കോർണർ നോട്ടീസ് മധുവിനെതിരെ ഉണ്ടാക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. അങ്ങനെ ഒരു ഇന്റർപോൾ നോട്ടീസ് പുറത്തിറങ്ങിയാൽ ടെഹ്റാനിൽ നിന്ന് മധുവിനെ പൊക്കാൻ പറ്റും. ഇന്ത്യയും ഇറാനും തമ്മിൽ കുറ്റവാളികളെ കൈമാറാനുള്ള കരാറ് നിലവിലുണ്ട്. ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്ന ശൈലിയിലുള്ള തെറ്റുകൾ മധു ചെയ്തിട്ടുണ്ടെന്ന് ഇറാനിൽ പ്രൂവ് ചെയ്താൽ മധുവിനെ അവിടെ ഇങ്ങോട്ട് വിട്ടുകിട്ടും. ആ മേഖലയിലേക്ക് നമ്മുടെ പോലീസ് കടക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇവിടെ കേട്ട കഥയിൽ കിഡ്നി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത് മുഴുവൻ അങ്ങ് ഇറാനിലാണ്. സകല ക്രിമിനൽ ആക്ടിവിറ്റീസ് നടന്നിരിക്കുന്നത് ഇറാനിലാണെന്ന് പറയാം. പക്ഷേ നമുക്കറിയാം അത് മാത്രമല്ല സംഭവമെന്ന്. ഇങ്ങ് കേരളത്തിൽ എറണാകുളത്ത് അനവധി അടിപൊളി ഹോസ്പിറ്റൽസ് ഉണ്ട്. ആ ഹോസ്പിറ്റലുകളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇതേ ആരോപണം ഉന്നയിക്കപ്പെടാറുണ്ട്. അവിടെയും ഈ അവയവ മാഫിയ കടന്നു കയറി എന്ന ന്യൂസ് ഒരുപാട് പുറത്തു വരുന്നുണ്ട്.
ആ ന്യൂസുകളിൽ പലതും എറണാകുളത്ത് ലേക്ക് ഷോർ ഹോസ്പിറ്റലുമായി കണക്റ്റഡ് ആണ്. അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫിന്റെ കിഡ്നി സാമ്പത്തിക പരാധീനത അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു രോഗിക്ക് വേണ്ടി കൊടുത്ത കഥയാണ് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. സ്വാഭാവികമായിട്ടും വൻതുക ഓഫർ ചെയ്താണ് ആ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് ആ കിഡ്നി സ്വീകരിച്ചിരിക്കുക. ആ കിഡ്നി കൊടുത്ത സ്റ്റാഫിന് ഇപ്പോൾ ഒരു പരാതിയുണ്ട്. അവർക്ക് ഓഫർ ചെയ്തിരുന്ന പണം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് പരാതി. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചീറ്റിംഗ് കേസുണ്ട്. ഈ കേസിന്റെ പ്രത്യേകത ആ ഡോണർ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫാണെന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാഫിനൊപ്പം ആശുപത്രി അധികാരികൾ നിൽക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുക. പക്ഷേ ഹോസ്പിറ്റൽ അധികാരികൾ അങ്ങനെ ഒരു അഡമൻ സ്റ്റാൻഡ് ആ സ്റ്റാഫിന് വേണ്ടി എടുത്തിട്ടില്ല. അതിന്റെ കാരണം ഷാജി എന്ന പേരുള്ള ഒരു ഏജന്റ് ആണെന്നാണ് പൊതുവെ ന്യൂസ് ചാനലിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷാജിമാർ ഏജന്റ് രൂപത്തിൽ പലയിടത്തും ഉണ്ടെന്നർത്ഥം. ലേക്ക് ഷോർ ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോട്ടുള്ള ഹോസ്പിറ്റലുകളിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒരു വലിയ ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ മെഡിക്കൽ ടൂറിസം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ലോകത്തെമ്പാടുമുള്ള ആളുകളുടെ ദേഹത്തേക്ക് നമ്മുടെ മലയാളികളുടെ മനോഹരമായ കിഡ്നി കയറിപ്പോകുന്ന ഒരു ചടങ്ങ് കൂടി ഇല്ലേ എന്നത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ ലേക്ക് ഷോറിലെ കേസ് മാത്രമല്ല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള ഒരു ആദിവാസി സ്ത്രീയുടെ ഇതുപോലെ ചതിക്കപ്പെട്ട വാർത്ത പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ സ്ത്രീയുടെ ഭർത്താവിന്റെ കിഡ്നിയാണ് ആദ്യം അവർ കൊടുക്കുന്നത് 6 ലക്ഷം രൂപയ്ക്ക്. 3 കൊല്ലങ്ങൾക്ക് ശേഷം ആ സ്ത്രീയുടെ കിഡ്നിയും കൊടുക്കാൻ അവരൊരു ധാരണയിലെത്തിയതാണ്. എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു. കിഡ്നി കൊടുക്കേണ്ട സമയമായപ്പോൾ അവർക്കൊരു സംശയം, തങ്ങൾ പറ്റിക്കപ്പെടുകയാണോ എന്ന്. അതിന്റെ ഫലമായിട്ട് ആ സ്ത്രീ കിഡ്നി കൊടുത്തില്ല. അതുമായി ബന്ധിപ്പിച്ച വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്. ശരിക്കും നമ്മുടെ യാതൊരു ശുശ്രൂഷ മേഖല പറ്റിപ്പുകാരുടെ ഒരു വല്ലാത്ത സങ്കേതമായി മാറിയോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും പലരും ചോദിക്കേണ്ട സമയമായിരിക്കുകയാണ്. കൊള്ളക്കാരും കള്ളന്മാരും ഹോസ്പിറ്റലിന്റെ തലപ്പത്തേക്ക് വരുന്നതാണോ, അതോ കൊള്ളക്കാരും കള്ളന്മാരും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണോ എന്ന ചോദ്യം സമീപഭാവിയിൽ ആരും ചോദിച്ചു പോകും. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.